തൃശൂരിൽ കഷ്ടപ്പെട്ട് താമര വിരിച്ചെടുത്തതാണ് സുരേഷ് ഗോപി. ആ താമര വിരിഞ്ഞ കുളം തന്നെ ഇല്ലാതായിരിക്കുന്ന അവസ്ഥയുടെ വക്കിലാണ് നിലവിൽ തൃശൂർ എം പിയായ സുരേഷ് ഗോപി നിൽക്കുന്നത്. അതെ, തൃശൂർ പൂരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആവേശമാണ്. പക്ഷേ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൂരം ഇപ്പോൾ കോടതി മുറിയിലേക്ക് മാറിയിരിക്കുകയാണ്. മലയാളികൾക്ക് എന്നും വിനോദവും രാഷ്ട്രീയവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആക്ഷൻ കിങ് സുരേഷ് ഗോപി എം പി 2024 തൃശൂർ കോട്ട പിടിച്ചെടുത്തപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെയായിരുന്നു. പക്ഷേ ആ വിജയത്തിന്മേൽ വീണ കരിനിഴലുകൾ ഇപ്പോഴും വിട്ടുമാറുന്നില്ല. തൃശൂരിലെ മണ്ണിൽ കാലുകുത്തിയ അന്ന് തൊട്ട് തുടങ്ങിയതാണ് വിവാദങ്ങളുടെ കുത്തൊഴുക്ക്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചോ, വോട്ട് ചോദിക്കാൻ രാമനെ കൂട്ടുപിടിച്ചോ, അതോ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടിയോ, അങ്ങനെ അങ്ങനെ നീളുകയാണ് ചോദ്യങ്ങൾ. ഇതാ ഇന്ന് കേരള ഹൈക്കോടതി സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് ഒരു ആക്ഷൻ ഡയലോഗ് അല്ല, മറിച്ച് നിയമത്തിന്റെ ഒരു കട്ടാണ്. തിരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ല എന്ന എം പിയുടെ ഉപഹർജി ജസ്റ്റിസ് കൗൺസർ എടപ്പങ്കത്ത് തള്ളിക്കളഞ്ഞു. ചുരുക്കത്തിൽ സുരേഷ് ഗോപി ഇനി കോടതിയിൽ വിചാരണ നേരിടണം. AIYF ജില്ലാ പ്രസിഡന്റ് നൽകിയ ഹർജിയിൽ ഇനി വാദപ്രതിവാദങ്ങൾ നടക്കും. ഞാൻ വെറും പാവം കലാകാരൻ എന്ന് പറഞ്ഞിരുന്ന എം പിക്ക് കോടതിയുടെ മുന്നിൽ ഇനി സത്യമേവ ജയതെ തെളിയിക്കാൻ കടുപ്പമേറിയ ചോദ്യങ്ങളെ നേരിടേണ്ടി വരും. രാഷ്ട്രീയത്തിൽ ക്ലൈമാക്സ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവസാനിക്കുന്ന ഒന്നല്ല. അത് പലപ്പോഴും തുടങ്ങുന്നത് കോടതിയുടെ വാതിലിൽ നിന്നാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശൂരിന്റെ എം പി ആയിരിക്കെ ഒരു സാധാരണ പൗരനെ പോലെ വിചാരണ വേദിയിൽ നിൽക്കേണ്ടി വരുന്നത് വലിയൊരു അഗ്നിപരീക്ഷ തന്നെയാണ്. ഈ കേസ് വെറും ഒരു നിയമ പോരാട്ടം മാത്രമല്ല, മറിച്ച് വരുംകാല കേരള രാഷ്ട്രീയത്തിന് ഇതൊരു വലിയ പാഠം കൂടിയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മതത്തെ എത്രത്തോളം ഉപയോഗിക്കാം, വോട്ടർമാരെ സ്വാധീനിക്കാൻ ഏതുവരെ പോകാം, ഈ ചോദ്യങ്ങൾക്കെല്ലാം കോടതി നൽകുന്ന മറുപടി നാളത്തെ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങളെ വരെ മാറ്റിമറച്ചേക്കാം. തൃശൂരിന്റെ വിധി എഴുതിയ ജനലക്ഷങ്ങളുടെ മുന്നിൽ സുരേഷ് ഗോപിക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമോ, അതോ മതചിഹ്നങ്ങളുടെ പേരിൽ കോടതിയുടെ കടുത്ത നിരീക്ഷണത്തിൽ എം പി കുടുങ്ങുമോ? എന്തായാലും തൃശൂരിലെ ഈ നിയമപൂരം എങ്ങോട്ട് നീങ്ങുമെന്ന് നമുക്ക് കണ്ടറിയാം.